ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രെങ്ത് വേഴ്സസ് പവർ ട്രെയിനിങ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രെങ്ത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുറഞ്ഞ സമയത്ത് ഫോഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് പവർ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വെയിറ്റിനാണ് എടുക്കുന്നത്, അതെൻ്റെ സ്ട്രെങ്ത് ആണ്. എത്രത്തോളം ഫാസ്റ്റ് എനിക്ക് ആ വെയിറ്റിന് എടുക്കാൻ പറ്റും, അതെൻ്റെ പവറാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ തന്നെ കമ്പോണൻ്റ് ആണ്. പക്ഷേ ഒട്ടുമിക്ക പ്ലേയേഴ്സും ഈ ഫിറ്റ്നസ്സിനെയും, അതായത് സ്ട്രെങ്ത്തിനെയും പവറിനെയും ഒരേ കമ്പോണൻ്റ് എന്ന രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ അതായത് ഫിറ്റ്നസ് കമ്പോണൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 9 കമ്പോണൻ്റ് ഉണ്ട്. അതിലൊരു കമ്പോണൻ്റാണ് സ്ട്രെങ്ത്ത്, അതിൽ നെക്സ്റ്റ് വേറെ കമ്പോണൻ്റാണ് പവർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അതായത് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ ടൈം പീരീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പവർ കൂടും. പക്ഷേ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ സ്ട്രെങ്ത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രെങ്ത്ത് ഒരിക്കലും ടൈമിനെ ഡിപ്പെൻഡൻ്റ് അല്ല. പക്ഷെ പവർ എന്നുള്ളത് ടൈമിനെ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഒരുപാട് സ്പോർട്സ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്പോർട്സ് എല്ലാം പവറിനെ ഡിപ്പെൻഡൻ്റ് ചെയ്ത്, പവർ പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫുട്ബോളർ ബോൾ ഹിറ്റ് ചെയ്യുന്നത് അതൊരു പവറാണ്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ബോൾ ഡെലിവർ ചെയ്യുന്നത് അതും പവറാണ്. അപ്പോൾ ഒരു 120-130 സ്പീഡിൽ ഒരു ബോൾ വരികയാണെങ്കിൽ ബാറ്റ്സ്മാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവർ ഹിറ്റ് ചെയ്യും, അതവൻ്റെ പവറാണ്. അതൊക്കെ ഒരു ചെറിയ സമയത്താണ് അവർ അത്രയും ഫോഴ്സിന് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എന്ത് ചെയ്യുന്നത്, പവറാണ്. പക്ഷെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടൈമിനെ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അത് വേറെ വേറെ തന്നെ കമ്പോണൻ്റ് ആക്കി എന്ത് ചെയ്യണം, ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യണം, ആ സ്ട്രെങ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, പവറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് പവർ ട്രെയിനിങ്ങും എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലയോമെട്രിക്സ് എന്ന് പറഞ്ഞത് അതൊരു പവർ ട്രെയിനിങ് ആണ്. ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം, ഫോഴ്സ് അത്രയും ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യണം, ഒരു പവർ ട്രെയിനിങ് ആണ്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒരു സ്പോർട്സിൽ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് സ്റ്റിക്ക് ചെയ്യേണ്ടത് പവറിനെയാണ്. സ്ട്രെങ്ത്ത് വേണം, പക്ഷേ സ്ട്രെങ്ത്തിനെ എന്ത് ചെയ്യണം, പവറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ കൺവേർഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്. അപ്പോൾ താങ്ക് യു.